बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा बरखुलूस आदाब എല്ലാ മക്കളെയും സൈലത്തിന്റെ ഓൺലൈൻ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാളത്തെ ഉറുദു പരീക്ഷയ്ക്ക് വേണ്ടി നല്ല അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നാളത്തെ ചോദ്യ പേപ്പറിൽ കാണുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് മാഷ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചോളൂ. എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ആ ചോദ്യം? യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ. ഗസൽ ആ ഉറുദു കവിതയുടെ ആബ്രു എന്ന് പറഞ്ഞാൽ അഭിമാനം, അല്ലെ? അഭിമാനമാകുന്നു എന്ന് പറയുന്നുണ്ട്. ഗസൽ കെ ബാരെ മേ, അല്ലെ? ആ ഗസലിനെ കുറിച്ച് ആപ് ക്യാ ക്യാ ജാൻതേ ഹൈ, നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം ഗസലിനെ കുറിച്ച്? ഏക് മുഖ്തസിർ നോട്ട് ലിഖിയേ, അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യണം? ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് എന്തെല്ലാം എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കണം. അപ്പൊ ഗസൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പാഠഭാഗം വന്നിട്ടുണ്ടാകും. നമ്മുടെ ഈ പുതിയ പുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമായ മേരി ആവാസ് സുനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗം നിങ്ങൾ അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. ഗസൽ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പാഠഭാഗം ചാപ്റ്റർ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഇതിൽ ആ ഗസലിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഹാസിറെ ആദാബ്, മേരി ആവാസ് സുനു പ്രോഗ്രാം മേ ആപ് സബ് കാ ഇസ്തിഖ്ബാൽ ഹേ, അല്ലെ? ആ പ്രസന്റ് ആയ ആളുകളോട് എന്ത് ചെയ്യുന്നുണ്ട്? നമസ്കാരം പറയുന്നുണ്ട്. മേരി ആവാസ് സുനു എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നുണ്ട്. ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ, അല്ലെ? ഗസൽ ഉറുദു ആ ഷായരിന്റെ ഉറുദു കവിതയുടെ ആബ്രു ആണ്, അഭിമാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹിന്ദുസ്ഥാനി സംഗീത് കി ജാൻ ഹേ, ഹിന്ദുസ്ഥാനി സംഗീതം ആ ജാൻ ഹേ, ജീവനാണ് എന്നൊക്കെ പറയുന്നുണ്ട്, അല്ലെ? അത്തരത്തിൽ ആ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുന്ന ആ പാഠഭാഗം നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ആ ഗസലിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ ആ ഒരു വാക്ക് നമുക്ക് ദീ തന്നെ നമുക്ക് എന്ത് ചെയ്തു? കിട്ടി, അല്ലെ? അപ്പൊ ഈ ഗസലിനെ കുറിച്ച് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം എന്നുള്ളതാ 3-4 മാർക്കിനായിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചാൽ ആ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാൻ കഴിയുന്നതാണ് എന്ന് എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഗസലിനെ കുറിച്ച് ചോദിച്ചാൽ ഇത് എഴുതി വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ, അതെന്നെ നമുക്ക് ഫസ്റ്റ് എഴുതി വെക്കാം. നമ്മുടെ പാഠഭാഗത്തിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഗസൽ ഉറുദു ഷായരിന്റെ ആബ്രു ഹേ, അഭിമാനമാകുന്നു. അത് തന്നെ നമുക്ക് ഒന്ന് എഴുതി വെക്കാം. അതേപോലെ ഗസൽ ഇഷ്കി കി കഹാനി ഹേ, ഗസൽ പ്രണയത്തിന്റെ കഹാനി ഹേ, കഥയാകുന്നു എന്ന് നമുക്ക് പറയാം. അതേപോലെ ഗസൽ കെ പെഹ്ലാ ഷേർ കോ മത്ലേ കഹ്തേ ഹേ, ഗസലിന്റെ ആദ്യത്തെ വരിയെ മത്ലേ കഹ്തേ ഹേ, മത്ല എന്ന് നമുക്ക് പറയാം. നിങ്ങൾ പഠിച്ചു, അത് ഒരിക്കൽ കൂടി നമ്മൾ റിവൈൻഡ് ചെയ്തു. അതേപോലെ ഗസൽ കെ ആഖിരി ഷേർ, ഗസലിന്റെ അവസാനത്തെ ഷേറിനെ വരിയെ നമുക്ക് എന്ത് പറയാം? മക്തേ കഹ്തേ ഹൈ, മക്തേ എന്ന് പറയാം, അല്ലെ? അപ്പൊ ആദ്യത്തെ വരിയെ മത്ല എന്നും അവസാനത്തെ വരിയെ മക്തേ എന്നും നമ്മൾ പറയും. പിന്നെ അവസാനം ഇത്തരത്തിൽ എഴുതി നമുക്ക് എഴുതാം. ഗസൽ കെ ആഖിരി ഷേർ മേ ഷായിർ കാ നാം ഹോത്തേ ഹൈ, ഗസലിന്റെ അവസാനത്തെ വരിയിൽ അതായത് മക്തയിൽ നമുക്ക് എന്ത് കാണാം? ഷായിർ കാ നാം നമുക്ക് എന്ത് ചെയ്യാം? കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് നമുക്ക് 4 മാർക്ക് എളുപ്പത്തിൽ നേടാൻ കഴിയുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചാപ്റ്ററിലെ ഗസലുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. സെറ്റല്ലേ മക്കളെ? അപ്പൊ ഒരിക്കൽ കൂടി മാഷ് വായിച്ചു തരാം. എന്റെ മക്കൾ ശ്രദ്ധിച്ചോ. ഗസൽ ഉറുദു ഷായരി കി ആബ്രു ഹേ, ഗസൽ ഇഷ്കി കി കഹാനി ഹേ, ഗസൽ കെ പെഹ്ലാ ഷേർ കോ മത്ലേ കഹ്തേ ഹേ, ഗസൽ കെ ആഖിരി ഷേർ കോ മക്തേ കഹ്തേ ഹേ, ഗസൽ കെ ആഖിരി ഷേർ മേ ഷായിർ കാ നാം ഹോത്തേ ഹൈ. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? അപ്പൊ നാളത്തെ പരീക്ഷയിൽ നമുക്ക് ഇതുപോലൊരു ചോദ്യം വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ എഴുതുമല്ലോ. ഇതിന്റെ 4 മാർക്കും നിങ്ങൾ നേടുമല്ലോടാ മക്കളെ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഓക്കെ ആണോ? സെറ്റാണ് മക്കളെ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പരീക്ഷയിൽ ചോദ്യം വന്നാൽ ഉത്തരം എഴുതണം. എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.